ഹായ് ഗേസ്. സോ നമ്മൾ ഇപ്പോൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൂവീസ് അറയിലേക്ക് നമ്മുടെ കറസ്പോണ്ടിങ് ഒബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ അത് ആഡ് ആവുന്നുണ്ട്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ അത്രയും ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ കൺസോൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാനും പറ്റുന്നുണ്ട്, ആ ഡീറ്റെയിൽസ് നമുക്ക് കാണാനും പറ്റുന്നുണ്ട്. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഈ ഡാറ്റ റെൻഡർ ചെയ്തെടുക്കണം. ഓക്കെ, സോ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഒബ്ജക്റ്റ് ഡോട്ട് ജെ എസ് ഉണ്ട് അല്ലേ. സോ ഈ നമ്മുടെ ഈ ഒബ്ജക്റ്റ് ഡോട്ട് ജെ എസിൽ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഫംഗ്ഷനിൽ നമ്മൾ റെൻഡർ ചെയ്യാൻ പറയാം. സോ ഫംഗ്ഷൻ തൽക്കാലം ഞാനിവിടെ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. സോ ഫംഗ്ഷൻ്റെ പേര് കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നത് റെൻഡർ മൂവീസ് എന്നാണ് ഞാൻ കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നത്. സോ മൂവീസ് അറയിലുള്ള എല്ലാം തന്നെ UL ലിസ്റ്റിലേക്ക് നമുക്ക് ഔട്ട്പുട്ട് ചെയ്യണം. ഓക്കെ, ആൻഡ് ലിസ്റ്റ് എം ടി ആണെങ്കിൽ അത് ഹൈഡ് ചെയ്യണം, അതും കൂടി നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ആ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. റെൻഡർ മൂവീസ് എന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. അതൊരു ആരോ ഫംഗ്ഷനാണ് നമ്മൾ കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, സോ ആരോ ഫംഗ്ഷൻ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ ഈ ഇൻഡെക്സ് ഡോട്ട് എച്ച് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുമ്പോൾ മൂവി ലിസ്റ്റ് ബേസിക്കലി നമുക്ക് ഇവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, ഇതൊരു UL ആണ് മൂവി ലിസ്റ്റ്. സോ ഇതിൻ്റെ നമുക്ക് ഡോം ഒബ്ജക്റ്റ് ആക്സസ് ചെയ്യണം. കാരണം അതിൽ നമ്മൾ ലിസ്റ്റായിട്ടാണല്ലോ കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇത് ഡോം ഒബ്ജക്റ്റ് ആക്സസ് ചെയ്യാണ്. സോ കോൺസ്റ്റ് മൂവി ലിസ്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ID എടുത്തിട്ട് മൂവി ലിസ്റ്റ് നമ്മൾ കൊടുത്തു. ഓക്കെ, നമ്മളിപ്പോൾ സേവ് ചെയ്യാം. ഒന്ന് മൂവി ലിസ്റ്റ് ഇപ്പോൾ നമുക്ക് ഒബ്ജക്റ്റ് കിട്ടുന്നുണ്ട്. സോ മൂവി ലിസ്റ്റ് എന്നത് നമ്മുടെ ULൻ്റെ ഡീറ്റെയിൽസ് ഉള്ളത്, ലൈക്ക് ഡോമ ഉള്ളത് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇനി നമുക്ക് വെച്ചാൽ ഈ ഹൈഡ് ആൻഡ് ഷോ ഞാൻ പറഞ്ഞു, മൂവീസ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഹൈഡ് ചെയ്യണമല്ലോ. സോ ബേസിക്കലി ഇപ്പോൾ നമുക്ക് സ്റ്റൈൽ ഡോട്ട് ഒരു CSS ഫയലുണ്ട്. സോ CSS ഫയലിൽ ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട് മെൻഷനിൽ ഇത് വിസിബിൾ ആണെങ്കിൽ. ഇപ്പോൾ മൂവി ലിസ്റ്റ് ബൈ ഡിഫോൾട്ട് കാണിക്കില്ല, ഡിസ്പ്ലേ നണ്ണാണ്. ഡാറ്റ ഉണ്ടെങ്കിൽ ഈ ക്ലാസ്സും കൂടി ആഡ് ചെയ്യണം, വിസിബിളും കൂടി ആഡ് ചെയ്യണം, എന്നാലേ ഡിസ്പ്ലേ ബ്ലോക്ക് ആവുള്ളൂ. ഡിസ്പ്ലേ ബ്ലോക്ക് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ. CSS ഞാൻ ഇൻഡെപ്തായിട്ട് പോകുന്നില്ല, ഇത് ജാവാസ്ക്രിപ്റ്റ് ആയതുകൊണ്ട്. സോ ബേസിക്കലി നമുക്ക് ഈ ക്ലാസ് ആഡ് ചെയ്യണം വിസിബിൾ എന്നുള്ളത്, കാരണം എന്നാലേ നമുക്കത് കാണിക്കാൻ പറ്റുള്ളൂ. സോ ഓക്കെ, സോ അത് നമ്മൾ ചെക്ക് ചെയ്യണമെന്നുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലാസ് മനസ്സിലായി ഹിഡൻ ആണെന്ന് മനസ്സിലായി ലിസ്റ്റ് സ്റ്റോർ ചെയ്യാനായിട്ട് വിസിബിൾ ക്ലാസ് നമുക്ക് ആഡ് ചെയ്യണം നമ്മൾ പറയുകയും ചെയ്തു. ഓക്കെ, സോ നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യുക വെച്ചാൽ നമുക്ക് കണ്ടീഷൻ എഴുതണം. മൂവീസ് എന്ന് പറഞ്ഞാൽ അറയാണ്. അപ്പോൾ അറയുടെ ലെങ്ത് 0 ആണെങ്കിൽ എന്ന് വെച്ചാൽ റിമൂവ് ചെയ്യണം. എന്ന് വെച്ചാൽ വിസിബിൾ ക്ലാസ് ഓൾറെഡി ഉള്ളതാണെങ്കിൽ റിമൂവ് ചെയ്യണം, അപ്പോൾ അത് ഹൈഡ് ആവും. അല്ലെങ്കിൽ ആഡ് ചെയ്യണം, അങ്ങനെ നമ്മൾ എഴുതേണ്ടത്. സോ ആ ഒരു കണ്ടീഷൻ ഇതിൻ്റെ താഴെ ഞാൻ എഴുതാണ്. ഇഫ് നമ്മുടെ അറ എടുക്കുക, മൂവീസ് അറ എടുത്തിട്ട് ഡോട്ട് ലെങ്ത് ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ അറേ കാലിയാണ് ഇല്ലയെന്നുണ്ടെങ്കിൽ അപ്പം നമ്മൾ എഴുതുന്നത് മൂവി ലിസ്റ്റ് ഡോട്ട് ക്ലാസ് ലിസ്റ്റ് ഡോട്ട് റിമൂവ്. എന്ത് ക്ലാസ് ആണോ റിമൂവ് ചെയ്യേണ്ടത് അത് അവിടെ കൊടുക്കുക. നമ്മുടെ കേസിൽ വിസിബിളാണ്. ഓക്കെ, വിസിബിൾ റിമൂവ് ചെയ്യാൻ പറഞ്ഞു. എൽസ് ആണെങ്കിൽ നമ്മളിത് എടുത്തിട്ട് റിമൂവിന് പകരം ആഡ് കൊടുത്താൽ മതി. നമ്മൾ ആ ക്ലാസ് ആഡ് ചെയ്യുമ്പോൾ സോ ബേസിക്കലി മനസ്സിലായി ഇരിക്കണം. ഇവിടെ മൂവി ലിസ്റ്റ് അറയുണ്ട്. സോ നമ്മുടെ മൂവീസ് അറയുണ്ട്. ആ അറയിൽ ഡാറ്റ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളെന്ന് വെച്ചാൽ പറയും ഈ വിസിബിൾ ക്ലാസ് റിമൂവ് ചെയ്യാൻ പറയും. അപ്പോൾ ഒന്നും ഉണ്ടാവില്ല, അത് ഹൈഡ് ചെയ്ത് വയ്ക്കും. ഡാറ്റ ഉണ്ടെങ്കിൽ ഈ ക്ലാസ് ആഡ് ചെയ്യും. ക്ലാസ് ആഡ് ചെയ്യുകയാണെങ്കിൽ ഡിസ്പ്ലേ ബ്ലോക്ക് വരുന്നുണ്ട്. ഡിസ്പ്ലേ ബ്ലോക്ക് വന്നാൽ നമുക്ക് ആ ലിസ്റ്റ് കാണാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ട് നമ്മളിത് എഴുതിയിരിക്കുന്നത്. ഓക്കെ, സോ ഞാൻ പറഞ്ഞു മൂവീസ് എന്ന് പറഞ്ഞാൽ മൂവീസ് ഡോട്ട് ലെങ്ത് പറഞ്ഞാൽ അറയുടെ പ്രോപ്പർട്ടിയാണ്. മൂവീസ് എന്ന് പറഞ്ഞാൽ അറയാണ്, ഡോട്ട് ലെങ്ത് അറയുടെ പ്രോപ്പർട്ടിയാണ്. സോ നമുക്ക് ആ ലെങ്ത് കിട്ടുകയും ചെയ്യും അറയുടെ. ഓക്കെ, നമ്മൾ ഡോട്ട് നൊട്ടേഷൻ വെച്ചിട്ട് മൂവീസ് ഡോട്ട് ലെങ്ത് വെച്ച് നമുക്ക് ഡാറ്റ കിട്ടുകയും ചെയ്യും എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇനി നമ്മുടെ ഐഡിയൽ അപ്രോച്ച് എന്താണ് എന്നുള്ളത് വെച്ചാൽ ഈച്ച് മൂവി ആഡ് ചെയ്താൽ നമ്മൾ ഐഡിയലി എല്ലാം അപ്പൻഡ് ചെയ്യണം, അതാണ് ബെസ്റ്റ് അപ്രോച്ച്. ബട്ട് ഇവിടെ ഞാൻ ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയുന്ന ഒബ്ജക്ട്സ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഞാൻ ഒരു ഇൻഡയറക്റ്റ് വേ വെച്ചിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. സോ എവറി ടൈം റെൻഡർ മൂവീസ് ചെയ്യുമ്പോൾ ലിസ്റ്റ് ക്ലിയർ ചെയ്തിട്ട് പിന്നെ മൂവീസ് അറിയാൻ ലൂപ്പ് ചെയ്ത് എല്ലാം ഞാൻ ആഡ് ചെയ്യും. ഓക്കെ, ഇത് ഐഡിയൽ അപ്രോച്ച് അല്ല, ഞാൻ പറയുന്നു ഇത് അപ്പൻഡ് ചെയ്യലാണ് ഐഡിയൽ അപ്രോച്ച്. പക്ഷേ ഞാൻ ഒബ്ജക്ട്സ് കാണിക്കാൻ വേണ്ടിയാണ്, ഈ ഡെമോക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ ഇങ്ങനത്തെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ.
പെർഫോമൻസ് ഭയങ്കര ഇഷ്യൂസ് വരും അല്ലെങ്കിൽ നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ. കാരണം മൂവി ലിസ്റ്റ് നമ്മൾ ഇന്നർ HTML വെച്ച് ക്ലിയർ ചെയ്തിട്ട് എന്നിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഫുള്ള് റെൻഡർ ചെയ്യണം. ഓക്കെ, അതിന് പെർഫോമൻസ് വൈസ് അത് നല്ലൊരു അപ്രോച്ച് അല്ല. ഡെമോയ്ക്ക് ഓക്കെയാണ്, അതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാമെന്ന് മാത്രം. ഓക്കെ, ഇനി ഞാനിവിടെ മൂവി ലിസ്റ്റ് ഡോട്ട് ഇന്നർ HTML ഞാനിവിടെ ക്ലിയർ ചെയ്യണം. ഫുൾ ഞാൻ ക്ലിയർ ചെയ്തു ഇന്നർ HTML. ഓക്കെ, ഇനി ഞാൻ എന്ന് വെച്ചാൽ നമ്മൾ ലൂപ്പ് ചെയ്യണം. മൂവീസ് വെച്ച് അറേ ലൂപ്പ് ചെയ്തിട്ട് LA ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, സോ ഇതിന് വേണ്ടിയിട്ട് ഞാൻ അല്ലെങ്കിൽ 4 ഈച്ച് ലൂപ്പ് നമുക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ പ്ലാൻ ചെയ്യുന്നത് 4 ഈച്ച് യൂസ് ചെയ്യാനാണ്. സോ 4 ഈച്ചിൻ്റെ ഉള്ളിൽ ഞാൻ പ്ലാൻ വെച്ചാൽ ഒരു ലൂപ്പ് ചെയ്തിട്ട് LA ക്രിയേറ്റ് ചെയ്ത ശേഷം ടെക്സ്റ്റ് കണ്ടൻറ്റ് സെറ്റ് ചെയ്യുക. എന്താണ് നമ്മുടെ ടൈറ്റിൽ എന്ന് വെച്ചാൽ അത് സെറ്റ് ചെയ്യുക. എന്നിട്ടത് അപ്പൻഡ് ചെയ്യാം, മൂവി ലിസ്റ്റിലേക്ക് അപ്പൻഡ് ചെയ്യാം. ഓക്കെ, സോ അവരുടെ ടൈറ്റിൽ ഞാൻ പറഞ്ഞു നമ്മുടെ ഇൻഫോ എന്നുള്ള ഒബ്ജക്റ്റ് ഉണ്ട്, അതിൻ്റെ ഉള്ളിലെ ടൈറ്റിൽ എടുക്കണം എന്നുള്ളത്. സോ നമ്മളത് യൂസ് ചെയ്യണം. സോ അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പം ഞാൻ മൂവീസ് ലിസ്റ്റ് വരെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂവീസ് ഒന്ന് 4 ഈച്ച് വെച്ചിട്ട് ഞാൻ ചെയ്യുന്നത് പറഞ്ഞു. അപ്പം മൂവീസ് അറേ എടുക്കുക, അറേ ഡോട്ട് 4 ഈച്ച് എഴുതി 4 ഈച്ചിൽ ഞാൻ മൂവി പാരാമീറ്റർ കിട്ടും, കറണ്ട് ഒബ്ജക്റ്റിൻ്റെ പാരാമീറ്റർ കിട്ടും. എന്നിട്ട് ഞാനിവിടെ മെൻഷൻ ചെയ്യാണ് കോൺസ്റ്റ് മൂവി എലമെൻ്റ് എടുക്കുക. ഈക്വൽ ടു ഡോക്യുമെൻറ്റ് ഡോട്ട് ക്രിയേറ്റ് എലമെൻറ്റ്. ഞാൻ LI ക്രിയേറ്റ് ചെയ്യാം ഫസ്റ്റ്. ഓക്കെ, LI. ഇപ്പോൾ നമ്മൾ LI ക്രിയേറ്റ് ചെയ്തു. ഇനി ഈ LIയിൽ നമ്മൾ ഡാറ്റ കൊടുക്കണം. അപ്പോൾ എങ്ങനെയാ വെച്ചാൽ മൂവി എലമെൻറ്റ് ഡോട്ട് ഈ ടെക്സ്റ്റ് കണ്ടൻറ്റ് ഈക്വൽ ടു മൂവി എടുത്തു മൂവി ഡോട്ട് ഇൻഫോ ഡോട്ട് ടൈറ്റിൽ. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇത് അപ്പൻഡ് ചെയ്യണം മൂവി ലിസ്റ്റിലേക്ക് ഡോട്ട് അപ്പൻഡ് മൂവി EL. ഓക്കെ, സോ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നെക്സ്റ്റഡ് ഒബ്ജക്റ്റാണ്. നമുക്ക് ഇവിടെ ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ഇവിടെ ഒബ്ജക്റ്റ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഇൻഫോ, അതിൻ്റെ ഉള്ളിലാണ് ടൈറ്റിൽ വരുന്നത്. അതുകൊണ്ടാണ് ഈ കറണ്ട് ഒബ്ജക്റ്റ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഇൻഫോ നമ്മൾ യൂസ് ചെയ്യുന്നു. പിന്നെ അതിനുള്ളിൽ ടൈറ്റിലുണ്ട്. ആ ടൈറ്റിലാണ് നമ്മൾ ഈ ടെക്സ്റ്റ് കണ്ടന്റിലേക്ക് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ നമ്മളിവിടെ ചെയിനിങ് യൂസ് ചെയ്യുന്നത്. കാരണം നമ്മൾ പറഞ്ഞു മൂവി ഡോട്ട് ഇൻഫോ എന്ന് പറഞ്ഞത് ഒരു നെക്സ്റ്റഡ് ഒബ്ജക്റ്റ് ആണ്. സോ അതും ഡോട്ട് ടൈറ്റിലാണ് ആക്ച്വൽ നമുക്ക് വാല്യൂ കിട്ടുക എന്നുള്ളത്. ഓക്കെ, സോ അതാണ് നമ്മളിപ്പോൾ ആക്സസ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഒരു LI ക്രിയേറ്റ് ചെയ്തു, LIയിൽ ടെക്സ്റ്റ് കണ്ടൻറ്റ് സെറ്റ് ചെയ്തു. അതിൽ നമ്മൾ എന്താ ടൈറ്റിൽ എന്ന് വെച്ചാൽ അത് നമ്മൾ അസൈൻ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഈ LI ULക്ക് നമ്മൾ അപ്പൻഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മൾ ഇത്രയും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് മൂവി ഹാൻഡലർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫംഗ്ഷൻ എഴുതിയിരുന്നു അല്ലേ. ഇതിൽ നമ്മൾ മൂവി പുഷ് ചെയ്ത ശേഷം നമ്മൾ കൺസോൾ ലോഗാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. സോ ഞാനിവിടെ കൺസോൾ ലോഗ് ചേഞ്ച് മാറ്റിയിട്ട് അതിൻ്റെ പകരം ഞാനിവിടെ റെൻഡർ മൂവീസ് എന്നും പറഞ്ഞിട്ട് നമ്മൾ എഴുതിയ ഫംഗ്ഷൻ കോൾ ചെയ്യാം. ഇവിടെയാണ് ഞാൻ ആ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത്. സോ അപ്ഡേറ്റഡ് ഈ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ കൺസോൾ ഡോട്ട് ലോഗ് ഉണ്ടായിരുന്നു. അത് ഫുള്ള് ഞാനിവിടെ റിമൂവ് ചെയ്തിട്ട് ഞാനവിടെ എന്താ കൊടുക്കണമെന്ന് വെച്ചാൽ നമ്മൾ ആഡ് ചെയ്ത് ഇപ്പോൾ റെൻഡർ ചെയ്യാനുള്ളത് ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ അത് ഞാനിവിടെ കൊടുക്കുന്നു. ഓക്കെ, സോ നമുക്ക് സേവ് ചെയ്യാം. ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം ഇത് വർക്ക് ആവുന്നുണ്ടോ ഇല്ലോ ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഓക്കെ, സോ ഞാനിവിടെ ഒന്ന് റീലോഡ് ചെയ്യാം. എന്നിട്ട് ഞാനിവിടെ എഴുതാം ഇൻസെപ്ഷൻ ഡയറക്ഷൻ നോളൻ എന്ന് പറഞ്ഞ് എഴുതി. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വന്നിട്ടുണ്ട്. ചെക്ക് ചെയ്താൽ മനസ്സിലാവും നമ്മളിവിടെ ആഡ് എന്താണ് ഇവിടെ കൊടുത്തതെന്ന് വെച്ചാൽ അതിവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, സോ നമ്മുടെ ഈ സംഭവം കറൻ്റ്ലി വർക്ക് ആവുന്നുണ്ട്. ഇൻസെപ്ഷൻ നമുക്ക് വന്നിട്ടുണ്ട്. സോ ഇവിടെ എന്താണ് നമ്മൾ കൊടുത്തതെന്ന് വെച്ചാൽ അത് കറൻ്റ്ലി നമുക്കിവിടെ വന്നിട്ടുമുണ്ട്. ഓക്കെ, സോ ഇത്രേ ഉള്ളൂ ആക്ച്വലി ഞാൻ പ്ലാൻ ചെയ്തത്. ഇനി നമുക്ക് എന്താ വെച്ചാൽ ഇപ്പോൾ മൾട്ടിപ്പിൾ എൻട്രി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മൾട്ടിപ്പിൾ എൻട്രീസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഓക്കെ,
സോ ഇപ്പോൾ നമ്മൾ മൂവീസൊക്കെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ. സോ ഔട്ട്പുട്ട് ലിസ്റ്റ് കാണാൻ ചെയ്യാൻ പറ്റും. സെക്കൻഡ് മൂവി നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എത്ര ആഡ് ചെയ്യുന്നു വെച്ചാൽ അത്രയൊക്കെ വരുന്നുണ്ട്. സോ ഈച്ച് ടൈം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ലിസ്റ്റ് ക്ലിയർ ചെയ്തിട്ട് റീറെൻഡറാണ് ഹാപ്പൻ ചെയ്യുന്നത്. സോ പക്ഷേ ഇത് ഐഡിയൽ സിനാരിയോയിൽ നല്ലതല്ല, പക്ഷേ ഡെമോക്കൊക്കെ ഫൈനാണ്. ഇപ്പോൾ എന്ന് വെച്ചാൽ ഇത് മൊത്തം ക്ലിയർ ചെയ്തിട്ട് രണ്ടാമത് ആഡ് പിന്നെ ഫുള്ള് റീപെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക റീറെൻഡർ ചെയ്തിട്ട്. അപ്പോൾ ഇത് അത്ര നല്ല രീതിയല്ല അത്. പക്ഷേ ഡെമോക്ക് ഓക്കെ ആയതുകൊണ്ട് ഞാനിത് പ്രൊസീഡ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ടൈറ്റിൽ മാത്രം നമ്മളിവിടെ കാണിക്കുന്നത്. ഓക്കെ, പക്ഷേ നമുക്ക് വെച്ചാൽ ഈ ഡൈനാമിക്കായിട്ട് കൊടുക്കുന്ന ഈ വാല്യൂസും ഇത് കീ, ഇത് വാല്യൂ ആണ് കറസ്പോണ്ടിങ്ങിലി. സോ ഈ ഡീറ്റെയിൽസൊക്കെ നമുക്ക് കാണിക്കേണ്ടതുണ്ട്. ഓക്കെ, സോ അത് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം 1 by 1 ആയിട്ട്. ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ റാപ്പ് അപ്പ് ചെയ്യാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക്സ് എ ലോട്ട്. ബൈ.